സർ, മഴക്കാലത്ത് കുട്ടികളിൽ കണ്ടുവരുന്നതാണല്ലോ വയറിളക്കം, ഛർദി. അപ്പോൾ ഇതെങ്ങനെയാണ് പകരുന്നത്? മഴക്കാലത്ത് ധാരാളമായി ഛർദി വയറ്റിളക്കം ധാരാളം കണ്ടുവരാറുണ്ട്. അതിലെല്ലാം പകർച്ചവ്യാധികളായിട്ടാണ് ഇവിടെ കണ്ടുവരാറുള്ളത്. അതിൽ ഭൂരിഭാഗം കേസുകളും വൈറൽ ഡയറിയാണ്, അതായത് വൈറസ് കൊണ്ട് വരുന്ന ഛർദി വയറ്റുമ്പോക്കാണ് ഈ ഭാഗത്ത് കാണാറുള്ളത്. അപൂർവമായിട്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഛർദി വയറ്റിളക്കം കാണാറുണ്ട്. എന്നാലും മഴക്കാലത്ത് അധികം വൈറസ് മൂലം ഉണ്ടാകുന്ന വയറ്റിളക്കമാണ് കാണാറുള്ളത്. പ്രധാനമായും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ പനിയായിട്ടായിരിക്കും തുടങ്ങുക, പിന്നീട് നിർത്താതെ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ ധാരാളമായി വയറ്റുന്ന എണ്ണം കൂടുതലും വെള്ളം പോലെ വയറ്റുന്ന പോയിക്കൊണ്ടിരിക്കുക, എന്നിട്ട് കുട്ടി അവസാനം ക്ഷീണിക്കുക, അതായത് ശരീരത്തിൽ ജലാംശമില്ലാതെ ഉപ്പിൻ്റെ അംശമില്ലാതെ ക്ഷീണിക്കുക. പിന്നീട് അഡ്മിറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് കയറ്റേണ്ട ഡീഹൈഡ്രേഷൻ വരെ എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ പോകുന്ന ലക്ഷണങ്ങൾ ഇതിൽ കാണാം. അതായത് ഉദാഹരണമായിട്ട് പനി കൂടിയിട്ട് അപസ്മാരമായി മാറുക, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ട് സിവിയർ ഡീഹൈഡ്രേഷനായി മാറുക, ഉപ്പ് നഷ്ടപ്പെട്ട് അപസ്മാരം പോലത്തെ അസുഖങ്ങൾ വരിക, എല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് തന്നെ വരും. ഈ പകർച്ചവ്യാധികൾ എങ്ങനെയാണ് നമ്മൾ പകരാണ്ട് ശ്രദ്ധിക്കുക? തടയാന്ന് പറയുന്നത്, നമ്മൾ ഈ പകർച്ചവ്യാധി തടയുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, വേറെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാം മാറ്റി നിർത്തുക. ഛർദി വയറ്റുന്ന പോക്കുള്ള കുട്ടികളിൽ നിന്ന് വേറെ മാറ്റി നിർത്തിയിട്ട് പകരാതെ ശ്രദ്ധിക്കുക. സെയിം ടൈം ഡീഹൈഡ്രേഷൻ പോലത്തെ സിവിയർ ലക്ഷണങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ധാരാളം ORS പോലത്തെ സൊല്യൂഷൻസും പാനീയങ്ങളും, ഉദാഹരണം കഞ്ഞിവെള്ളം, കരിക്ക് വെള്ളം, ഇളന്നി വെള്ളം, ജ്യൂസ് എല്ലാം ധാരാളം കുടിപ്പിച്ച് ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മരുന്നിനേക്കാൾ. അപ്പോൾ സാർ, ഈ രോഗങ്ങൾക്കൊക്കെ വാക്സിനേഷന് എന്തെങ്കിലും റോൾ ഉണ്ടാവും? പ്രധാനമായിട്ടും വാക്സിനേഷൻ, ഉദാഹരണത്തിന് ഡയറിയ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് റോട്ട വൈറസ് എന്ന വാക്സിനേഷൻ തുള്ളിമരുന്നായിട്ട് കൊടുക്കാറുണ്ട്. അത് വളരെ ഫലപ്രദമായ വാക്സിനേഷനാണ്. അതെല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും എല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ശ്വാസകോശമായ സംബന്ധമായ അസുഖങ്ങൾ നിയന്ത്രിക്കാൻ ഈ DPT പോലെ അല്ലെങ്കിൽ ന്യൂമോണിയ വാക്സിൻ പോലെ വാക്സിനേഷൻ വളരെ സഹായിക്കാറുണ്ട്. നമ്മളെ കുട്ടികൾ പടരാതിരിക്കാനും വരാതിരിക്കാനും എല്ലാം സഹായിക്കാറുണ്ട്. വാക്സിനേഷൻ ഒരു നല്ല മാർഗം തന്നെയാണ്. ഇത് പകർച്ചവ്യാധി പകരാതിരിക്കാനുള്ള ഒരു നല്ല മാർഗം തന്നെയാണ് വാക്സിനേഷൻ.